ശാലോം ശുശ്രൂഷകളുടെ മാർഗദീപവും മലബാറിലെ പ്രഥമ സന്യാസിനി സമൂഹമായ മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റിന്റെയും കുളത്തുവയൽ NRC ധ്യാന കേന്ദ്രത്തിന്റെയും സ്ഥാപകനുമായ മോൺസിഞ്ഞോ CJ വർക്കി കുഴിക്കുളം നിത്യസമാനത്തിനായി യാത്രയായിട്ട് ജൂൺ 24-ന് 17 വർഷം തികയുന്നു. കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തിന് തനതായ സംഭാവനകളും മലബാറിലെ കുടിയേറ്റ കർഷകർക്ക് വഴികാട്ടിയുമായിരുന്ന അദ്ദേഹം ദൈവത്തിനും മനുഷ്യർക്കും വേണ്ടി വേറിട്ട വഴികളിലൂടെ സഞ്ചരിക്കുവാൻ ധൈര്യം കാട്ടിയ അപൂർവ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു. അൽമായരെ ചേർത്ത് പിടിച്ച് തിരുസഭാ ശുശ്രൂഷയ്ക്കായി ഒരുക്കുന്നതിന് വർക്കിയച്ചൻ മുൻകൈയെടുത്തു. പാലാ പൈങ്ങളം ഇടവകയിൽ വേരനാൽ തറവാട്ടിൽപ്പെട്ട കുഴിക്കുളം വീട്ടിൽ 1921 ജൂൺ 11-നായിരുന്നു മോൺസിഞ്ഞോ CJ വർക്കിയച്ചന്റെ ജനനം. മിഷണറി ആകണമെന്ന ആഗ്രഹത്തിൽ നിന്ന് 1938-ൽ കോഴിക്കോട് മിഷൻ രൂപതയിൽ ചേർന്നു. 1954 മാർച്ച് 19-നാണ് തലശ്ശേരി രൂപത നിലവിൽ വന്നത്. മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളിയായിരുന്നു പ്രഥമ മെത്രാൻ. വൈദികരുടെ എണ്ണം വളരെ കുറവായതുകൊണ്ട് കോഴിക്കോട് രൂപതയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന വൈദികരെ തലശ്ശേരിയിലേക്ക് വള്ളോപ്പള്ളി പിതാവ് ക്ഷണിച്ചു. വള്ളോപ്പള്ളി പിതാവും വർക്കിയച്ചനും ഒരേ നാട്ടുകാരും പഴയ സുഹൃത്തുക്കളുമായിരുന്നു. അങ്ങനെയാണ് വർക്കിയച്ചൻ തലശ്ശേരി രൂപതയിൽ എത്തിയത്. കുളത്തുവയൽ കൈവരിച്ച ഭൗതിക പുരോഗതിക്കും ആത്മീയ പുരോഗതിക്കും അടിസ്ഥാനമിട്ടത് വർക്കിയച്ചനാണ്. 1951-ലാണ് വർക്കിയച്ചൻ കുളത്തുവയലിൽ വികാരിയായി എത്തുന്നത്. കുടിയേറ്റ ജനതയുടെ ഭൗതിക ഉന്നമനത്തെ ലക്ഷ്യമാക്കിയായിരുന്നു വർക്കിയച്ചന്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ. കുറ്റ്യാടി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് അച്ഛന്റെ ആശയമായിരുന്നു. ഒരു കരിസ്മാറ്റിക് ധ്യാനത്തിൽ പങ്കെടുത്തതോടെയാണ് മോൺസിഞ്ഞോ CJ വർക്കിയച്ചന്റെ ജീവിതം കരിസ്മാറ്റിക് ആയത്. തുടർന്ന് അദ്ദേഹം ആത്മീയതയുടെ പുതിയ പാത വെട്ടിത്തുറന്നു. കുടിയേറ്റ ജനതയുടെ പ്രയാണത്തിൽ ശക്തി പകരുകയെന്ന മുഖ്യ ലക്ഷ്യത്തോടെയാണ് MSMI സന്യാസിനി സമൂഹത്തിന് രൂപം നൽകിയത്. ചില സ്ഥലങ്ങൾ അറിയപ്പെടുന്നതും അനുഗ്രഹിക്കപ്പെടുന്നതും ചില വ്യക്തികളെ പ്രതിയായിരിക്കും. കുളത്തുവയൽ എന്ന ദേശത്തെ അനുഗ്രഹിക്കാൻ ദൈവം തിരഞ്ഞെടുത്തത് മോൺസിഞ്ഞോ CJ വർക്കി എന്ന ദൈവത്തിന്റെ പ്രിയപ്പെട്ട വൈദികനെയായിരുന്നു.